ഡോക്ടറെ. അങ്ങനെ അവർ ഇവിടെ കിംസിലൊക്കെ കൊണ്ടുപോയി എല്ലാം ചെക്ക് ചെയ്തു. അപ്പൊ പിന്നെ യൂറോളജിസ്റ്റ് കണ്ട്, നെഫ്രോളജിസ്റ്റ് കണ്ട്, എല്ലാരും കണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടും കൊച്ചു മൂത്രം ഒഴിക്കുന്നില്ല, മരുന്നൊക്കെ കൊടുത്ത് ഇതായിട്ട് അവസാനം ഞാന് ഒറ്റ കാര്യം ചെയ്ത് ഞാൻ വിളിച്ചവർക്ക് ചോദിച്ചു, മോനെ എന്ത് പറ്റിയത് അങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചത് പറഞ്ഞ് ടീച്ചർ വഴക്ക് പറഞ്ഞിരുന്നു സ്കൂളില്. വേറൊരു കുട്ടിയുടെ പിന്നെ കുട്ടികൾ എന്താ കുറ്റം ചെയ്തതിന് ഇവനെയും കൂടെ ചേർത്ത് വഴക്ക് പറഞ്ഞ് ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെയുള്ള ഒരു പറഞ്ഞിട്ട് വലിയ വിഷമമായിപ്പോയി. ഞാൻ അവരുടെ അടുത്ത് അപ്പൊ ഈ രാത്രി ഏതാണ്ട് 8:30-9 മണിയായി. അപ്പം സ്കൂളിൽ നിന്ന് വന്ന ആ സമയം തൊട്ട് കുട്ടിയൊക്കെ ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരൊരു പടയ്ക്കുണ്ട ആളുകൾ വന്നത്, എല്ലാവരും കൂടെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതാ. അവിടെ വെച്ചങ്ങാണ്ട് തന്നെ പറഞ്ഞു, ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞ് അങ്ങനെ വന്നതാ. ഞാൻ ഒരു ഡോസ് ഇഗ്നേഷ്യ കുട്ടിക്ക് കൊടുത്തത്. ഇഗ്നേഷ്യ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ അവിടെ നിന്ന് പോയി ഇച്ചിരി നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ പോയി മൂത്രം ഒഴിച്ചു. അപ്പോഴത്തേക്ക് അവർക്കെല്ലാം ഭയങ്കര അതിശയം, എങ്ങനെ പറ്റി ഡോക്ടറെ, എന്താണ്? അവന്റെ മനസ്സിലൊരു മാനഹാനി വന്നതിന്റെ പേരിൽ പറ്റിയതാണ്. അപ്പൊ അവന് ഒരു വലിയ വിഷമം വന്നുപോയി. ആ വിഷമത്തിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി അങ്ങനെ പറഞ്ഞാൽ മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ നല്ല മിടുക്കനായിട്ട് പോയി. അവർക്കൊക്കെ അതൊരു അതിശയമായിരുന്നു. മൊബൈൽ ഇങ്ങനെയാണോ മരുന്ന് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ തന്നെയാണ് മരുന്ന് കൊടുക്കുന്നത്, അല്ല ന്യൂറോളജി നെഫ്രോളജി ഒന്നും നോക്കിയിട്ടൊരു കാര്യമില്ല, കൊച്ചിന്റെ മനസ്സിന്റെ ആഘാതത്തിൽ നിന്ന് പറ്റിയതാണ്. അതിൽ നിന്ന് അതുകൊണ്ട് അതങ്ങ് മാറി. അങ്ങനെ ഒരു കേസ്. പിന്നെ നമ്മള് രാത്രിയിലെ പിന്നെ ഇതോടെ വേർ ട്രബിളൊക്കെ കൊണ്ടുവരുവാണെങ്കിലേ പിന്നെ സിന കൊടുക്കുന്ന അറിയാലോ, അതൊക്കെ നമുക്കറിയാം. പിന്നെ ഈ വേറൊരു കേസ് പിന്നെ അത് ഒരു ലേഡി, സോറി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തപ്പുന്നത്, ഒന്നും എനിക്ക് എടുത്തു വെക്കാൻ പറ്റിയില്ല. എനിക്ക് ഇടയ്ക്ക് കുടുംബത്തിലൊരു മരണമൊക്കെ വന്നിട്ട് അങ്ങോട്ടൊക്കെ പോകേണ്ടിയൊക്കെ വന്നുകൊണ്ട് എനിക്കൊന്ന് ഇതൊന്നും ക്രോഡീകരിക്കാൻ പറ്റിയില്ല. അവിടെ ഇവിടെ കിടക്കുന്നതൊക്കെ തപ്പിയെടുത്ത് പറയുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെ ഒരു കേസ്, ഒരു ലേഡിയാണ്, ഒരു 10-34 വയസ്സ് ഉള്ള ലേഡി വന്നിട്ട് എന്നോട് പറഞ്ഞ്, പിന്നെ അവർക്ക് ഭയങ്കര വിഷമമൊക്കെ പറഞ്ഞു, പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ കാര്യം പറയാം? അപ്പം അവര് പറഞ്ഞ്, എനിക്ക് എപ്പോഴും കോയിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ 2-3 ദിവസത്തേക്ക് അങ്ങ് പിന്നെ ഇൻവോളണ്ടറി യൂറിനേഷനാണ്. അത് പലയിടത്തും പോയി പല ഡോക്ടേഴ്സിനെയും കണ്ടു, പക്ഷെ എനിക്ക് ഇതുവരെ ഒരു മാറ്റവും വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ ഡോക്ടറെ? ഹസ്ബൻഡിനാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും വേണം. എനിക്കാണ് ഇത് കാരണം, ഞങ്ങൾക്കിപ്പോ കുടുംബ പ്രശ്നങ്ങളാ, എനിക്കൊന്നുമാണ് ഇത് കാരണം ഞാൻ സമ്മതിക്കത്തില്ല, വീട്ടില് വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ്, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ചെയ്തു തരണം ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ വന്നെ. 10-34 വയസ്സേ ഉള്ളൂ, 2 മക്കളും ഉണ്ട്. അതിപ്പോ തുടങ്ങിയിട്ടും അത്ര കാലമായില്ല, ആദ്യം തൊട്ടൊന്നും ഇല്ല. പിന്നെയാണ് പിന്നെ ഒരു ഒരു 10 30 ഒരു 3-4 കൊല്ലമായിട്ട് അവർക്കുണ്ട്. പക്ഷെ ഇപ്പൊ അതങ്ങ് കൂടുതലായിട്ട് ഇരിക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് പിന്നെ റെപ്പർട്ടറി തപ്പിയപ്പോ ഞാൻ അതിനകത്ത് കണ്ട ഒരു മെഡിസിൻ എന്ന് പറയുന്നത് സെഡ്രോൺ ആണ് കേട്ടോ. കോയിഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻവോളണ്ടറി യൂറിനേഷൻ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ സെഡ്രോണിന്റെ 10ml 2 ഡോസ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് നോക്ക്, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇപ്രാവശ്യം ഞങ്ങൾ ഒരു പ്രാവശ്യം കോണ്ടാക്ട് ആയുള്ളൂ, പക്ഷെ എനിക്ക് വന്നില്ല, എനിക്ക് ഇനി ഞാൻ മരുന്ന് അപ്പം മരുന്ന് കഴിച്ചിട്ട്. ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ മരുന്ന് തന്നോളാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവർക്ക് SL-ഒക്കെയാണ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായാലും കൊള്ളാം. പിന്നെ അവർക്ക് ആ മെഡിസിൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല. അങ്ങനെ സെഡ്രോണിൽ അങ്ങനെ ഒരു വലിയ ആക്ഷനുണ്ട്. ഇതുപോലെ കേസ് കിട്ടുവാണെങ്കിൽ മറന്നു പോകാതിരിക്കുക. സെഡ്രോൺ ആണ് ഏറ്റവും വലിയ നല്ല മെഡിസിൻ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ
പിന്നെ എനിക്കൊരു കേസ് കിട്ടിയത്, നമ്മള് പെർഫറേറ്റഡ് ഇത് ഇയർ ഡ്രമ്മിന് വരുന്ന അത് 2-3 കേസ് എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഇത് ഒരു പേഷ്യന്റ് വന്ന് ചെവിക്കകത്തുനിന്ന് പഴുപ്പും വരിക, നല്ല ഭംഗിയായിട്ട് ബ്ലീഡിങ്ങും പസ്സും വന്നുകൊണ്ടേ ഇരിക്കുന്നു. നോക്കിയപ്പോൾ പെർഫറേഷനാണ്, അത് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം ഒന്ന് ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും അതുപോലെ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ കൊടുത്തത് പിന്നെ സൈലീഷ്യ 10 2 ഡോസ് കൊടുത്തിട്ട് മിറിസ്റ്റിക്ക 200 റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു. അത് ഒരു ഏകദേശം ഒരു 2 മാസം കൊണ്ട് ആ കേസ് കംപ്ലീറ്റ് മാറി. ആ ഡിസ്ചാർജിൽ നിന്ന് പതുക്കെ ആ പെർഫറേഷൻ മാറി അവർക്ക് ചെവി കേൾക്കലായി. അതെങ്ങനെ അത് ഒരുമിച്ച് എങ്ങനെ ഇത് തിരിച്ച് റീഗെയിൻ ചെയ്തു എന്ന് പറയാൻ അറിയില്ല, പക്ഷെ അവർക്ക് നല്ലപോലെ കേൾക്കാം. പിന്നെ ഡിസ്ചാർജും വന്നിട്ടില്ല, കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് പിന്നെ ഞാൻ 2-3-4 കേസസിന് അത് കൊടുത്തിട്ടുണ്ട്, നല്ല റിലീഫ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സൈലീഷ്യ ഫോളോഡ് ബൈ മിറിസ്റ്റിക്ക, അതും 200 തന്നെ വേണം, അതിൽ നല്ല ആക്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് സാധാരണ കിട്ടുന്ന കേസസിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ അഗ്നി വൾഗാരിസ് ഉണ്ടല്ലോ, നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ട് നമുക്ക് മുഖക്കുരുവിന് മരുന്ന് വേണമെന്ന് പറയല്ലോ. അതിലെനിക്ക് നല്ലതായിട്ട് നല്ല ഹാർഡായിട്ടൊക്കെ വരുവാണെങ്കിൽ ആന്റിക്രൂഡ് നല്ലതാ. യുജീനിയ, അസ്റ്റേരിയസ് റൂബൻസ്, ഇതൊക്കെ ഈ മരുന്നുകളൊക്കെ കൊണ്ട് ഞാൻ നല്ലപോലെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ നെയ്സൽ പോളിപ്പിന്റെ ഒരു മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ആക്ഷൻ കിട്ടിയത് തൂജ 30 ഉണ്ട്, 200. അതിനകത്തൊക്കെ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പിന്നെ ഫോമിക്ക റൂപ്പ 30 അത് റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് പോളിപ്പ് മാറ്റിയെടുക്കാം. അതുപോലെ കാൽക്കേറിയ കാർബ് ഹെയർ പൊട്ടൻസി കൊടുക്കണം. ലെംന മൈനർ, ടുക്രിയം ടിഞ്ചർ ഓർ 3x, ഈ ഇത്രയൊക്കെ മരുന്നുകൊണ്ട് നമുക്കത് ശരിയാക്കി എടുക്കാം. മാഡം PCODന്റെ മെഡിസിൻസ് ഒന്ന് പറയൂ. PCODക്ക് ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന മരുന്ന്, അത് സിംറ്റംസ് നോക്കി അതിന്റെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കി പിന്നെ ആണ് കൊടുക്കുന്നത്. അതിൽ പൾസാറ്റില 6th പൊട്ടൻസി ഏത് PCOD ആണെങ്കിലും ഞാൻ നോക്കും, കഴിയുന്നതും കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാൻ നോക്കും. അത് എടുത്തിട്ട്, അല്ലാതെ കോമൺലി പറയാനാണെങ്കിൽ പൾസാറ്റിലയാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അത് 6 കൊടുക്കും. അതോടൊപ്പം തന്നെ മറ്റേ നമ്മുടെ ഒരു നിമിഷം ഇപ്പൊ പറയാം, സിനമോൺ ടീച്ചർ. ആദ്യമൊക്കെ PCODക്ക് ഏറ്റവും നല്ല മെഡിസിനാണ് സിനമോൺ ടീച്ചർ. അതുപോലെ അമ്നി വിസ്നാഗ ടീച്ചർ, പിന്നെ സെനേഷ്യ ഓറിസ്, ഇങ്ങനെയൊക്കെയുള്ള ടീച്ചറുകൾ ഞാൻ കൊടുക്കാറുണ്ട്. അത് അമിനോറിയയുടെ പിന്നെ ഇത് നോക്കി അതനുസരിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ എപ്പിസ് ഈ കൂടുതൽ ഇതായിട്ട് വരുവാണെങ്കിൽ അയഡം എനിക്ക് നല്ല ആക്ഷൻ കിട്ടിയിട്ടുള്ളവ ആണ്. PCODക്ക് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണം. അതിൽ ഒന്ന് തൂജ, കാൽക്കേറിയ, ലൈക്കോപോഡിയം, സൾഫർ, ഇതൊക്കെ ഹയർ പൊട്ടൻസി ഏതെങ്കിലും അതിന് വരുന്നത് ഏതാണെന്ന് നോക്കിയിട്ടാണ് ബാക്കി ഇതുപോലുള്ള ചെറിയ മെഡിസിൻസ് കൊടുത്തിരിക്കും. അങ്ങനെ എൻ്റെ വേ ഓഫ് ട്രീറ്റ്മെന്റ്. മാഡം സോഫ്റ്റ് വാട്സിന്റെ മെഡിസിൻ പറയോ? സോഫ്റ്റ് വാട്സ് കഴുത്തിലൊക്കെ ഒരുപാട് പേര് വരാറുണ്ട് സോഫ്റ്റ് വാട്സ്, കുഞ്ഞു ചെറിയ വാട്സുകളൊക്കെ ആയിട്ടേ. ഇതില് നമുക്ക് കൊടുക്കാൻ പറ്റിയ മെഡിസിൻ അനഗാലിസ് 3x നല്ല ആക്ഷൻ വരും സോഫ്റ്റ് വാട്സിനും ഇതായിട്ട്. പിന്നെ തൂജ അതറിയാലോ. പിന്നെ നേട്രം സൾഫ് ഈ ഇതുപോലെ വാട്സിനും, പിന്നെ മറ്റേ പാലുണ്ണി വെളുത്ത് പിള്ളേരുടെ മുഖത്തൊക്കെ കയറി വരുന്ന സാധനത്തിനൊക്കെ നേട്രം സൾഫിന് നല്ല ആക്ഷൻ കിട്ടും. പൊട്ടൻസി വണ്ണം ആൻഡ് എബവ് അങ്ങനെ പോകണം. അനഗാലിസ് ടിഞ്ചറാണോ പൊട്ടൻസി ആണോ? അനഗാലിസ് 3x. Ma'am, thank you for your wonderful experiences. Ma'am,
അഡിനോമയോസിന്റെ മെഡിസിൻസ് ഒന്ന് പറയാമോ? അഡിനോമയോസിസിന് ഞാൻ കൂടുതലും കൊടുക്കുന്നത് തയോസിനാമിനം, പിന്നെ കൊണിയം, തൂജ, നെട്രമ്യൂർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അതെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ടാണ് ഒരു ട്രീറ്റ്മെന്റ്. ഞാൻ ക്രോണിക് കേസസ് വളരെ കാര്യമായിട്ട് കേസ് എടുത്ത് റെപ്പർട്ടൈസ് ചെയ്ത് മെഡിസിൻ കണ്ടുപിടിച്ചിട്ടാണ് കൊടുക്കും. പക്ഷെ ഒരു മരുന്നിൽ ഞാൻ നിർത്തൂല. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് പിന്നെ അതില് നമ്മൾ അത് ഹയർ പൊട്ടൻസി കൊടുത്തിട്ട് അതിനെ ഫോളോ ചെയ്തിട്ട് ഇതായിട്ട് കൊടുക്കും. ഈ അഡിനോമയോസിസിലൊക്കെ ഞാൻ കൂടുതലും കൊടുക്കുന്നത് തയോസിനാമിനാണ്. പിന്നെ അവരുടെ സിംറ്റം പെയിൻ്റെ ഒക്കെ വെച്ചിട്ട് ഇതായിട്ട് കൊടുക്കും, ടിഞ്ചറുകൾ അങ്ങനെയാണ് കൊടുക്കുക. ഒരു സ്പെസിഫിക് എന്ന് പറഞ്ഞു തരാൻ അതിനകത്തൊന്നും പറ്റത്തില്ല. PCOD ആയാലും പിന്നെ നമ്മുടെ പിന്നെ ഇതൊക്കെ ആണെങ്കിലും PCOD ആയാലും ശരി തന്നെ, അഡിനോമയോസിസ് ആയാലും ശരി തന്നെ, എൻഡോമെട്രിയോസിസ് ആയാലും ശരി തന്നെ, ഒരു സ്പെസിഫിക് മെഡിസിൻ നമുക്ക് പറ്റില്ല. അത് നോക്കി അവരുടെ ആ സിംറ്റം അനുസരിച്ച് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് പ്ലസ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താലേ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചോദിക്കുന്നതിന് ഏതെങ്കിലുമൊക്കെ മരുന്നെന്ന് പറഞ്ഞ് തരാം, പക്ഷെ അതിനേക്കാൾ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളത് ലൈക്കോപോഡിയൊക്കെ നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. എപ്പിസ്, ആക്ടിയ, റെസിമോസ ഇങ്ങനെ ഉള്ള മരുന്നുകളൊക്കെ അതാണ്. താങ്ക് യു. ഓക്കെ. സോഫ്റ്റ് വാട്സ് പോലെ വേറെ ചാറ്റ് ബോക്സിൽ ചോദിച്ചതാണ് സ്കിൻ ടാഗിനുള്ള മെഡിസിൻസിനെ കുറിച്ച്. സ്കിൻ ടാഗ് ഇച്ചിരി പാടാ പോവാൻ. ഈ പറഞ്ഞ പോലെ തൂജ, നേട്രമ്യൂറൊക്കെ ഹയർ പൊട്ടൻസി കൊടുത്താൽ ചിലതൊക്കെ മാറി കിട്ടും. വലിയ പാടാ ഇതൊക്കെ. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ അത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ അനഗാലിസ് മിക്കവാറും വാട്സുകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. ഒരുപാട് വാട്സിന് നമുക്ക് അതിന് റിസൾട്ട് കിട്ടും. ചാറ്റ് ബോക്സിൽ വേറൊരു ക്വസ്റ്റ്യൻ, മാഡത്തിന്റെ പൊതുവിലുള്ള പൊട്ടൻസി സെലക്ഷന്റെ രീതി ജനറലി ഒന്ന് പറയാമോ? പല കേസുകളും മാഡം പൊട്ടൻസികൾ പറഞ്ഞു, എങ്കിലും ജനറലി എങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ എനിക്ക് തോന്നുന്നത് ഹയർ പൊട്ടൻസി, പിന്നെ ഞാൻ അങ്ങനെ ഒരു ഹയർ പൊട്ടൻസി ഇപ്പൊ കാൽക്കറി കാർബാണ് കിട്ടുന്നതെങ്കിൽ കാൽക്കറി കാർബ് വണ്ണം, അല്ലെങ്കിൽ ആ പേഷ്യന്റ് ചില സമയത്ത് അവരുടെ സസെപ്റ്റബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പൊ തോന്നുന്നതാ എനിക്ക്. അത് കേട്ടാൽ നിങ്ങൾ എന്ത് പറയുമെന്ന് എനിക്ക് അറിയണം. ഞാനിപ്പോ ഈ കേസിൽ നമുക്ക് പിന്നെ കേസിന് വണ്ണം കൊടുക്കാം എന്നങ്ങ് വിചാരിക്കാം. അത് ഇതിന്റെ അനുസരിച്ചാണ് ഞാൻ അത് ചെയ്യുന്നത്, പേഷ്യന്റിന്റെ അപ്പോഴത്തെ ആ ഒരു രീതി. പിന്നെ തമാശ പറയാനാണെങ്കിൽ അവൈലബിൾ പൊട്ടൻസി ഈസ് ദ ബെസ്റ്റ് പൊട്ടൻസി. അത് നമ്മൾ ചുമ്മാതായാലും പറയും. കയ്യിലിപ്പോ ഒരു മെഡിസിന്റെ ഒരു പൊട്ടൻസി ഉള്ളെങ്കിൽ ഞാൻ അതങ്ങ് കൊടുക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ആപ്റ്റായിട്ട് എല്ലാവരും പറയുന്ന പോലെ ക്ലാസിക്കലായിട്ട് നോക്കി ഒരു ഡോസ് അങ്ങനെയൊന്നും അല്ല ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോഴെന്റെ മനസ്സിൽ തോന്നുന്നത് ആയിരിക്കാം ഞാൻ കൊടുക്കുക. അല്ലാതെ കൂടുതലായിട്ട് അങ്ങ് ഇതായിട്ട് പറയുന്നില്ല. എനിക്ക് നിങ്ങളോടൊക്കെ ഒരു പറയാനുള്ള ഒരു ഇതേ ഉള്ളൂ. നമ്മളൊരു മെഡിസിൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഏത് പൊട്ടൻസി മെഡിസിൻ ഉണ്ടോ അത് കൊടുക്കും, അതിന് ആക്ഷൻ ഉണ്ടാവും. അല്ല ഇന്നതൊന്നും നോക്കിയല്ല ഞാൻ ഇത്രയും നാളും പ്രാക്ടീസ് ചെയ്തത്. പക്ഷെ ഒരുപാട് പൊട്ടൻസിയുടെ കാര്യം ചില കേസസിൽ പൊട്ടൻസി നോക്കി തന്നെ കൊടുക്കണം. അതിലൊരു കാര്യമാണ് നമ്മള് ഫ്രാക്ചർ ബോണിന് കൊടുക്കുവാണെങ്കിൽ പിന്നെ ഫ്രാക്ചർ നമ്മൾ സിംപൈറ്റം കൊടുക്കുന്നെങ്കിൽ 3x അല്ലെങ്കിൽ 30 കൊടുക്കാവുള്ളൂ. 200 പോയാൽ അവിടെ മാൽയൂണിയൻ ഉണ്ടാവും എന്നൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മിക്കവാറും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അത് കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചാൽ പൊട്ടൻസിയെ പറ്റി കൂടുതൽ അറിവ് കിട്ടും. നമ്മൾ ഇതിപ്പം തന്നെ ഒരു സെമിനാറിന് ഒരു പ്രത്യേകിച്ച് പൊട്ടൻസി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തന്നെ എടുക്കും. അപ്പം അങ്ങനെ അതാണ് എൻ്റെ രീതി. ഞാൻ ഉള്ളതുപോലെ പറയുന്ന കൂട്ടത്തില. നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. കൂടുതൽ പറയാൻ എനിക്ക് അറിഞ്ഞൂടാന്നല്ല, ഞാൻ എൻ്റെ രീതിയിൽ ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് മാഡം വെരിക്കോസ് വെയിൻ്റെ പെയിൻ ഒന്നുമില്ല, ഡയലറ്റേഷൻ ഒള്ളി എന്ന് പറഞ്ഞിട്ടൊരു ഇതെല്ലാം ചാറ്റ് ബോക്സിൽ വായിച്ചതാണ്. അത് വെരിക്കോസ് വെയിൻ അങ്ങനെ വരുവാണെങ്കിൽ വെരിക്കോസ് വെയിന് ഞാൻ കൊടുക്കാം. എനിക്കൊരു പ്രോട്ടോകോൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ കൊടുക്കുന്നത് സിഫിലിനം കൊടുക്കും. ഒരു 10 ml ഒരു 2 ഡോസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ
കാൽക്കരി ഫ്ലോർ 6Xനകത്ത് ഹമാമിലിസ് 30 ചേർത്തിട്ട് 4 ഗുളിക വെച്ച് 2 നേരം കഴിക്കാൻ പറയും. അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. അവർക്ക് പെയിനും ഒന്നും ഇല്ലെങ്കിൽ അത് എന്നിട്ട് റെസ്റ്റ് ഓഫ് സോയിലില് ഞാൻ പിന്നെ ഹമാമിലിസ് ടിഞ്ചർ ചേർത്തിട്ട് നല്ലവണ്ണം കുലുക്കി താഴേന്ന് മേളോട്ട് തടവാൻ പറയും. നന്നായിട്ട് ഇങ്ങനെ തടവി വിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് അങ്ങനെ തടവിക്കൊണ്ട് കിടക്കാനും പറയും. മറ്റേ ഇത് കൊടുക്കുകയും ചെയ്യും. ഉള്ളിൽ ഈ മരുന്നും കൊടുക്കും. അവരുടെ സ്വെല്ലിംഗ് ഒക്കെ പോകും. നല്ല വ്യത്യാസം വരും. വേറൊരു കേസ് പോലെ പറഞ്ഞിരിക്കുന്നത് ക്രിയാറ്റിനിൻ 2.8 ഉണ്ട്. ബേണിംഗ് ആൻഡ് ഹോട്ട് പിക്ചറേഷൻ അഗ്രിവേഷൻ നൈറ്റ് മെഡിസിൻ പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിയാറ്റിനിൻ ഇൻക്രീസ് ആകുന്ന കേസസിൽ നമ്മൾ അത് ഇങ്ങനെ ഇതായിട്ട് പറയാനൊക്കത്തില്ല. നമുക്ക് സിഞ്ചിബർ കൊടുക്കാം, പിന്നെ ബേണിംഗ് മിക്ചറേഷൻ സ്റ്റാഫിസാഗ്രിയ കൊടുക്കാം, നമുക്ക് പിന്നെ സോളിഡാഗോ, പിന്നെ ക്രിയാറ്റിനിന്റെ നോക്കിയിട്ട് വേണമെങ്കിൽ അത് പേഷ്യന്റ് ഇതൊക്കെ ഒത്തു വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് കാർസിനോസിൻ 30 ഇടയ്ക്കൊന്ന് റിപ്പീറ്റ് ചെയ്താണ്. മുമ്പേ ഇപ്പൊ ഒരു ഇത് കിട്ടി, അഡിനോമയോസിസ് ചോദിച്ചിരുന്നല്ലോ, തുറന്നപ്പോ അടുത്ത കിട്ടി. ഹെവി ബ്ലീഡിങ്ങും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ചൈന വണ്ണമ്മ കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഹൈഡ്രാസിസ് 3X കൊണിയം 30 അങ്ങനെ കൊടുക്കാം. അതില് തൂജ വണ്ണമ്മ, കാലിയൈഡൈഡ് 0/3, കാൽക്കറിയക്കാർ 30 അതൊക്കെയുണ്ട്. തിക്ക് എൻഡോമെട്രിയം ഉണ്ടെങ്കിൽ സബൈന 3X, യൂസ്റ്റിലാഗോ ടിഞ്ചർ, തലാസ്പി ടിഞ്ചർ ഒക്കെ കൊടുക്കാം. മാഡം ഒരു യൂട്രൈൻ പ്രൊലാപ്സിന്റെ മെഡിസിൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കൂട്ടത്തിൽ ഫസ്റ്റ് ഡിഗ്രി യൂട്രൈൻ പ്രൊലാപ്സ് ക്യൂർ ചെയ്യാൻ പറ്റുമെന്നാണ്. അത് പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പറ്റും. സെപ്പിയ കൊടുക്കാം. അത് ഏറ്റവും നല്ല മെഡിസിൻ ഹെലോണിയസ്. ബാക്ക് പെയിനും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ഹെലോണിയസ് ആദ്യം ടിഞ്ചർ 3X 30 ഇങ്ങനെ നമ്മൾ കൊടുത്ത് പോവുകയാണെങ്കിൽ നന്നായിട്ട് ആക്ഷൻ കിട്ടും. ഫസ്റ്റ് ഡിഗ്രിക്കൊക്കെ ആണെങ്കിൽ. എന്നിട്ട് അവർക്ക് മറ്റേ എക്സസൈസും പറഞ്ഞു കൊടുക്കണം. എക്സസൈസ് ഫൈബ്രോയിഡ് കേസസ് എന്നാണോ എഴുതിയത്? എനിക്ക് തെളിഞ്ഞ് കാണാൻ വയ്യ ചാറ്റ് ബോക്സിൽ എഴുതുന്നത്. വേറൊരു അലർജിക് റൈനൈറ്റിസ് കംപ്ലീറ്റ് ആയിട്ട് മാറുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മാഡം. തീർച്ചയായിട്ടും മാറ്റിയെടുക്കാം. അലർജിക് റൈനൈറ്റിസിനൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ പിള്ളേരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുക. പിള്ളേർക്കായാലും ശരി വലിയവർക്കായാലും ശരി കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ എടുത്തിട്ട് അത് കഴിഞ്ഞ് അവരുടെ ബാക്കി അക്യൂട്ട് സിംറ്റം അനുസരിച്ച് ഏതാ മെഡിസിൻ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കോളൂ. അതില് പിന്നെ ഞാൻ കൊടുക്കുന്ന മെഡിസിൻസ് കൂടുതലും സബാഡില്ല, പിന്നെ അവര് തുമ്മലിന്റെ സമയമൊക്കെ ചോദിച്ചിട്ട് കൂടുതൽ രാവിലെ ആണെന്നുണ്ടെങ്കിൽ അമോണിയം കാർബ്, അമോണിയം ഫോസ് അല്ലെങ്കിൽ അമോണിയം മ്യൂറ്, ഇതൊക്കെ അമോണിയം ആ ഗ്രൂപ്പിലുള്ള മെഡിസിൻസ് ഒക്കെ വളരെ എഫക്റ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ ഇച്ചിങ് ഓഫ് ഐസും പിന്നെ കണ്ണിനൊക്കെയാണ് കൂടുതൽ ചൊറിച്ചിലെങ്കിൽ അംബ്രോസിയ നല്ല മരുന്ന്. അതുപോലെ തന്നെ പിന്നെ ഇച്ചിങ് ഓഫ് നോസ് ഉണ്ടെങ്കിൽ അരുണ്ടോ, പിന്നെ ഈ മറ്റേ നേസോഫാരിങ്സിൽ ഇച്ചിങ് തൊണ്ട ഇങ്ങനെ ചൊറിഞ്ഞ് കടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അരുണ്ടോയും കൊടുക്കാം. വൈദ്യ ഈ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അതൊക്കെ സിംറ്റമാറ്റിക് ആയിട്ട് കൊടുത്ത് 100% നമുക്ക് അലർജിക് റൈനൈറ്റിസ് ഒക്കെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ നൈസൽ പോളിപ്പ് കൊണ്ട് അതിന്റെ തുമ്മലും ഒക്കെ ആണെങ്കിൽ മുമ്പേ പറഞ്ഞ കൂട്ടത്തിൽ സാങ്കുനേറിയ നൈട്രിക്കായ പിന്നെ ഈ പറഞ്ഞ മറ്റേ ഹോമിക്ക റൂപ്പ അതൊക്കെ കൂടെ ഒക്കെ ചേർത്ത് അതേതാന്ന് വെച്ചാൽ ലെമിന മൈനർ ഭയങ്കര ആക്ഷനുള്ള മരുന്നാണ് തുമ്മലിനൊക്കെ. പിന്നെ സപ്പനോറിയ, പിന്നെ വേറെ വയലൻസ് സെനേഗ
വയലന്റ് ഭയങ്കര സ്നീസിങ് ആണെങ്കിൽ സെനേഗ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആക്ഷൻ കിട്ടും. മൈഗ്രെയിന്റെ മെഡിസിൻസ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മൈഗ്രെയിന് ഞാൻ ഇതേപോലെ നോക്കും, നോക്കിയിട്ട് മൈഗ്രെയിനില് സൈഡ് നോക്കും, ഇതൊക്കെ പിന്നെ ഇതിന്റെ വോമിറ്റിംഗ് ഉണ്ടോ ഇല്ലയോ, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ആ സിംറ്റംസ് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. മൈഗ്രെയിൻ പിന്നെ നമുക്ക് ക്ലോണോയിൻ, ഒണസ്മോഡിയം, പിന്നെ സ്പൈജീലിയ ഒക്കെ അത് നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് കറക്റ്റായിട്ട് സിംറ്റംസ് നോക്കി എടുത്ത് വേണം മരുന്ന് കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ പിന്നെ സിംറ്റത്തിന് ഇത് കൊടുക്കേണ്ട പിന്നെ അക്യൂട്ടായിട്ട് പിടിച്ചു നിർത്താൻ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. അത് എൻ്റെ അല്ല, ഞാൻ പക്ഷെ അത് കൊടുത്ത് വളരെ ഇതുപോലെ നമ്മുടെ ISVHന്റെ ഒരു ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയത് ആദ്യം. അത് നമ്മുടെ പാലക്കാടത്തെ ഡോക്ടർ നന്ദകുമാർ പറഞ്ഞാണ്. നന്ദകുമാർ പിന്നെ മൈഗ്രെയിൻ പിടിച്ചു നിർത്താനായിട്ട് കൊടുക്കുന്ന മരുന്ന്, അത് എനിക്ക് ഭയങ്കര ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതില് ബെൽഡോണ 3X എടുത്ത് ആസിഡ് പിക്രിക്കം 200 ഈ 2 മരുന്നും കയ്യിൽ കൊടുക്കുക. ഇതിന്റെ തുടക്കം വരുമ്പോൾ തന്നെ 3 ഗുളിക ബെൽഡോണ ആദ്യം കഴിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആസിഡ് പിക്രിക്കം, അങ്ങനെ ഒരു 10 മിനിറ്റ് ഇടവിട്ട് ഒരു 3-4 ഡോസ് ചെന്ന് കഴിയുമ്പോൾ അവരുടെ സിവിയർ മൈഗ്രെയിൻ വരുന്നത് അങ്ങ് കട്ടാക്കി കളയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഒരുപാട് കേസസിൽ എനിക്കത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ആ ടിപ്പ് കിട്ടിയത് നന്ദകുമാറിന്റെ കയ്യിൽ നിന്ന്. അതിന് നല്ല ആക്ഷൻ ഉണ്ട്. ഡോക്ടർ സയാറ്റിക്ക ഒന്ന് പറ ഡോക്ടറെ. സയാറ്റിക്ക കിടക്കുമ്പോൾ മാത്രം പെയിൻ, എണീറ്റ് നിന്നാ പെയിൻ ഇല്ല. കിടക്കുമ്പോഴും ലൈൻ പൊസിഷനിൽ മാത്രം പെയിൻ, പിന്നെ പെയിൻ റേഡിയേറ്റ് ടു ടെസ്റ്റിക്കിൾസും ഉണ്ട്. 75 വയസ്സുള്ള ആളാണ്. സ്പെസിഫിക് ആയിട്ട് ഓർക്കുന്നില്ലല്ലോ സൂര്യ. ഓക്കെ, പിന്നെ പറഞ്ഞാൽ ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ്. അത് നോക്കിയാൽ കിട്ടുമല്ലോ നമ്മുടെ റെപ്പർട്ടറി. ഞാൻ അഫീലിയം, ഓക്സാലിക് ആസിഡ് അങ്ങനെയുള്ളതെല്ലാം കൊടുത്തു. പക്ഷെ പെയിൻ ഒന്ന് കുറയും. പക്ഷെ പുള്ളിക്കാരനെ കിടക്കുമ്പോൾ പെയിൻ ഉണ്ട് അപ്പോഴും. സ്ക്രോട്ടത്തിലോട്ടും പോകുന്നുണ്ട് അല്ലേ? സ്ക്രോട്ടത്തിലോട്ടും പോകുന്നുണ്ട്. പക്ഷെ സ്ക്രോട്ടത്തിലോട്ട് പോകുന്ന എന്നതിലുപരി പുള്ളിക്കാരന് കിടക്കാനേ വയ്യ. രാത്രി ഉറങ്ങുമ്പോൾ എണീറ്റ് വേദന കൂടുന്നോണ്ട് എണീറ്റ് പോവുക. പകല് വലിയ പ്രശ്നമില്ല. കാലിഹൈഡൈഡും നേട്രമ്യൂറും ആണ് കൊടുത്തിട്ടുള്ളത് സിന്തസിസില്. ലൈങ് എഗ്രവേഷൻ. കാലിഹൈഡൈഡും നാട്രമൂറോ? അതെ. താങ്ക് യു ഡോക്ടർ. മാഡം ഡാൻഡ്രഫ് ഒന്ന് പറയണേ. ഡാൻഡ്രഫിന് ഞാൻ പിന്നെ കൊടുക്കുന്ന മരുന്നുകള് അത് നോക്കിയിട്ട് വെള്ളപ്പൊടി പോലൊക്കെ ആണെങ്കിൽ അത് മറ്റേ നേട്രമ്യൂറ്, തൂജ അതൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ ഇത് വൈറ്റ് സ്കെയിലി മരുന്നിന്റെ പേര് പറഞ്ഞു, ഇപ്പൊ ഇച്ചിരി വയസ്സായി, ഓർമ്മ കുറവൊക്കെ ഉണ്ട്. പിന്നെ കോച്ചിലേറിയാണോ ഡോക്ടർ? കോച്ചിലേറിയ ടിഞ്ചർ ഉള്ളിലും കൊടുക്കും, അതോടൊപ്പം പുറമെ ഇതാകും. അതുപോലെ ബാഡിയാഗ 30 ഇന്റേണൽ കൊടുത്താൽ നല്ല ആക്ഷനാണ്. കോച്ചിലേറിയ എക്സ്റ്റേണലും കൊടുക്കും. ഈ ഇതുപോലെ ജസ്റ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി മെഡിസിൻ കയ്യിലെടുത്തിട്ട് എല്ലായിടും ഒന്ന് പുരട്ടിക്കൊള്ളാൻ പറയും. അതിലും കുറയുന്നുണ്ട്. ഹൈഡ്രോകോട്ടയിൽ നല്ലതാണോ? അത് ഭയങ്കര തിക്കായിട്ട് വരത്തില്ല ഡോക്ടർ. അപ്പൊ ലൈക്കോപോഡിയം 10 2 ഡോസ് കൊടുത്തിട്ട് ലൈക്കോപോഡിയം 10 2 ഡോസ് കൊടുത്തിട്ട് ഹൈഡ്രോകോട്ടയിൽ എക്സ്റ്റേണലി കൊടുക്കും, കോച്ചിലേരിക്ക് പകരം. ഹൈഡ്രോകോട്ടയിൽ അത് ഞാൻ ഇതില് സ്കിന്നിലൊക്കെ കൊടുക്കാറുണ്ട്, തലയ്ക്ക് കൊടുത്തിട്ടില്ല. പിന്നെ മറ്റേ ഒലിയാണ്ടർ ഉണ്ടല്ലോ, ഒലിയാണ്ടർ 30 ആ മെഡിസിൻ. സൂര്യ ഡോക്ടറായിട്ട് ഇതുപോലെ കുറച്ച് ടിപ്സ് ഉണ്ട്. സൂര്യ ഡോക്ടറെ ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ എടുക്കത്തുമില്ല. അയ്യോ നോ ഡോക്ടറെ, ക്ലാസ് ഒന്നും എടുക്കാൻ ഞാൻ ഇതുവരെ ഇടയ്ക്കിട്ട് പറയാം. അതെ, സൂര്യ ഇങ്ങനെ പറയുമ്പോ നമുക്കൊരു
ഇത് മറന്നു പോകുന്നതൊക്കെ ഡോക്ടർ ഓർമ്മിപ്പിക്കാനൊക്കെ ഈ മൈഗ്രെയിൻ ഡോക്ടർ പറഞ്ഞത് ഞാൻ ആപ്പടെ 3 മെഡിസിനെ കൊടുക്കാറ്. മൈഗ്രെയിൻ നല്ല സിവിയർ ആയിട്ട് വരുമ്പോൾ ഡാമിയാന ടിഞ്ചർ ഓർ സ്കൂട്ടലേറിയ ടിഞ്ചർ, അല്ലാത്തപ്പോൾ ഐറിസ് വെസിക്കുലാരിസ് 30. അതിൽ നല്ലതുപോലെ കൺട്രോൾഡായി, പിന്നെ റെപ്പറ്റീഷൻ വരാതെ പിന്നെ അങ്ങ് അത് റെഡി ആവുന്നു ഡോക്ടർ. ഈ 3 മെഡിസിനെ കൊടുക്കാറുള്ളൂ. അല്ല മൈഗ്രെയിൻ സ്പൈജീലിയ നല്ല ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ സ്പൈജീലിയ മിക്കവാറും നല്ല വൈദ്യുതി ഉറപ്പാണ്. നല്ല ഡോക്ടർ. അതുപോലെ സാങ്ക്വിനേറിയ ഐറിസും റൈറ്റ് സൈഡ് ആണെങ്കിൽ സാങ്ക്വിനേറിയോ ഐറിസോ ഇനീഷ്യൽ നല്ല മെഡിസിൻ ആണ്. ഞാൻ അതൊന്നും കൊടുത്തിട്ടില്ല. ഐറിസ് 30യും ഈ ഡാമിയാന ഓർ സ്കൂട്ടലേറിയയിൽ നല്ല റിസൾട്ട് എനിക്ക് കിട്ടുന്നു. അതുകൊണ്ട് പിന്നെ മൈഗ്രെയിൻ നമുക്ക് ഭയങ്കര സ്കോപ്പുള്ള ഒരു സാധനമാണ്. മെഡിസിൻസ് നമുക്ക് കംപ്ലീറ്റ് ഫുള്ളായിട്ട് മാറ്റി കൊടുക്കാവുന്ന ഒരു സാധനമാണ്. അതെ, കുറഞ്ഞ പക്ഷം തുടക്കത്തിലെ ബെല്ല് 3X 30 ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്താൽ തന്നെ വലിയ പെയിൻ, സിവിയർ പെയിൻ പിടിച്ചു നിർത്താനും പറ്റാറുണ്ട്. ഞാനിപ്പോ പറഞ്ഞില്ലേ ഇത് ഈ ആസിഡ് പിക്രിക്കോ ബെല്ല് 3X അത് നന്ദകുമാർ പറഞ്ഞതാ. പക്ഷെ അത് നല്ല ആക്ഷൻ കേട്ടോ. മൈഗ്രെയിൻ നമുക്ക് നല്ല സ്കോപ്പുള്ള ഒരു മേഖലയാണ്. ഡാമിയാനയും സ്കൂട്ടലേറിയയും അല്ലേ? ഡാമിയാനയും സ്കൂട്ടർ അത് ഭയങ്കര റിസൾട്ടാണ് ഡോക്ടർ. ടിഞ്ചർ ആണേ. ഈ ആസിഡ് പിക്രിക്ക് 30 അല്ലേ മാഡം? പറഞ്ഞ 200. ഓക്കെ, മറ്റേ ബെല്ല് 3X. ഓക്കെ. ഈ സ്കൂട്ടലേറിയ അല്ലെങ്കിൽ തന്നെ നല്ലതാണല്ലോ. ഹെഡേക്ക് ഓഫ് സ്കൂൾ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ അതെ. സ്കാബീസ് എങ്ങനെയാണ്? എന്തോ സ്കാബീസിന് ട്രീറ്റ്മെന്റ്? സ്കാബീസിന് സൾഫർ തന്നെയാണ് മെയിൻ റെമഡി. ഹയർ പൊട്ടൻസി കൊടുക്കുക. സ്കാബീസ് പെട്ടെന്ന് നിർത്തണമെങ്കിൽ നമ്മള് പിന്നെ സൾഫർ പിന്നെ 10 കൊടുക്കുക. എന്നിട്ട് മറ്റേ സ്റ്റെഫൈലോകോക്സിൻ ആ മെഡിസിൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്കാബീസ് മാറ്റിയെടുക്കാം. സ്റ്റെഫൈലോകോക്കിൻ 30 ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ 200 അല്ലേ ഡോക്ടർ? 30 ആണോ? അതെ സ്കിന്നാവുമ്പോ 200 ആണുള്ളത്. 200 ഡെയിലി ഡോസ് കൊടുക്കണം. ഡോക്ടർ പിൻവേംസിനുള്ള മെഡിസിൻ പറയോ? ഒരു ഫാമിലിയിലെ മൊത്തം ആൾക്കാർക്കും ഇത് മാറാതെ നിൽക്കുകയാണ്. കാൽക്കേറിയ ആൾസ് 30 റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുക. അത് എളുപ്പം മാർക്ക് കിട്ടും. കൽക്കേരിയ ആൾസ് 30. നമ്മളെ ട്യൂക്രിയം ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ നല്ല സൾഫർ ട്യൂക്രിയൊക്കെയാണ് നേരത്തെ കൊടുത്തു, മാറുന്നില്ല. കാൽക്കേറിയ ആൾസ് കൊടുക്കും. എന്തോ സൂര്യദാസ്? താങ്ക് യു ഡോക്ടർ. സൂര്യ ഏതാ പറഞ്ഞേ? കേട്ടില്ല. ഗുഡ് ഈവനിങ് മാം. മാം ഫൈബ്രോയിഡ് കേസസിന് എന്തെങ്കിലും പ്രോട്ടോകോൾസ് ഉണ്ടോ ഒന്ന് ഷെയർ ചെയ്യുമോ? അതേപോലെ സീനിയ കേസസിന്റെയും ഒന്ന് മാം ഒന്ന് പറയുമോ? ഏതൊക്കെയാ? കേട്ടില്ല. ഫൈബ്രോയിഡ് കേസസിന് മാമിന്റെ പ്രോട്ടോകോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുമോ? അതേപോലെ സീനിയ യൂട്രൈൻ ഫൈബ്രോയിഡിന് പിന്നെ കൂടുതലും ഞാൻ സൂര്യ കൊടുക്കും. അങ്ങനെ ഈ പ്രോട്ടോകോൾ ആയിട്ടൊന്നും കൊടുക്കുന്ന എൻ്റെ കയ്യിലില്ല. ഞാൻ നോക്കിയിട്ട് അതിന്റെ സിംറ്റം അനുസരിച്ച് അവരുടെ ഇതിൽ വെച്ചിട്ട്. പിന്നെ അതിലൊരു സംഭവമല്ല ഇപ്പൊ പറയാം. ഫ്രാക്സിനസ് ആണോ ഡോക്ടർ? അല്ല, ഫ്രാക്സിനസിനകത്ത് വലിയ ആക്ഷൻ ഇല്ല. മറ്റേ സോളിഡാഗോ നല്ല ആക്ഷൻ കിട്ടുന്ന വരുന്ന സോളിഡാഗോ അല്ല 3X സോളിഡാഗോ 3X നല്ല വലിയ ഫൈബ്രോയിഡ് ഒക്കെ തന്നെ. തൂജ കൊടുക്കും. ഞാൻ തൂജ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. തൂജ കൊടുക്കും. കാൽക്കേറിയ ഫ്ലോർ കൊടുക്കും. അതും പൊട്ടൻസിയാണേ കാൽക്കേറിയ ഫ്ലോർ. പിന്നെ ഞാൻ പറയട്ടെ, ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ആണ് എന്ന് കാണുന്നെങ്കിൽ കാൽക്കേറിയ ഫ്ലോർ 10 ആണ് കൊടുക്കുക. അതുപോലെ സബ്സിറസ് ആയിട്ട് വരുവാണെങ്കിൽ റയോണിയ 1. അത് നമ്മൾ നോക്കണം. ഈ മിക്കവാറും ഈ 2 ടൈപ്പ് സാധനങ്ങളായിരിക്കും വരുന്നത്. സബ്സിറസ് ആയിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് റയോണിയ 1 റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇൻട്രാമ്യൂറൽ ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ വേണ്ടത് പിന്നെ ഒരു
പിന്നെ അതിന് ഇൻട്രാമ്യൂറൽ ആണെങ്കിൽ കാൽക്കറിയ ഫ്ലോർ പിന്നെ 10 സബ്സറസ് ആണെങ്കിൽ ബ്രയോണിയ 1 മാം ഇൻട്രാമ്യൂറലിൽ റിപ്പീറ്റ് ചെയ്യോ? 10 റിപ്പീറ്റ് ചെയ്യോ? വീക്കിലി ഒരു ഡോസ് വെച്ചാണെന്ന് തോന്നുന്നു മാഡം കൊടുക്കുന്നത്. മാഡത്തോട് തന്നെ ചോദിക്കാം മാഡം. 2 ഡോസ് കൊടുത്തിട്ട് പിന്നെ പ്ലസിംഗ് മെത്തേഡിൽ കൊടുത്താൽ മതി. അപ്പം അത് കുഴപ്പമില്ലല്ലോ ഡോക്ടറെ? ഇല്ല ഡോക്ടർ അശോക് കുമാർ ഡോക്ടറെ? ഞാൻ ഈ പ്ലസിങ് ഞാൻ വലിയ ബന്ധമില്ല, ഞാൻ ചെയ്യാറില്ല. കൽക്കരി ഫ്ലോർ 10 2 ഡോസ് കൊടുത്തിട്ട് കൽക്കരി ഫ്ലോർ തന്നെ പ്ലസിംഗ് മെത്തേഡിൽ ഹാഫ് ounce അക്വയിൽ 2 ഡ്രോപ്സ് ആഡ് ചെയ്ത് പിന്നെ SLOD ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് 5 ഡ്രോപ്സ് 3 ടൈംസ് കൊടുത്താൽ നല്ല റിസൾട്ട്. ഡെയിലി 3 ടൈംസ്? അയ്യാ, അപ്പൊ കൽക്കരി ഫ്ലോർ തന്നെ പോകുന്നു, പക്ഷെ പ്ലസിംഗ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അല്ല ഞാൻ മെത്തേഡ് ഒന്നുകൂടി പറയാവോ? കൽക്കരി ഫ്ലോർ ഹാഫ് ounce അക്വയിൽ കൽക്കരി ഫ്ലോർ 10 2 ഡ്രോപ്പ് ആഡ് ചെയ്യുക. ഓക്കെ. പിന്നെ 15 ഡ്രോപ്സ് SL ആഡ് ചെയ്യുക. അത് അങ്ങനെ ഹാഫ് ounce ആയിട്ട് പേഷ്യൻസിന്റെ കൊടുത്തിട്ട് അതിൽ നിന്ന് 5 ഡ്രോപ്സ് വെച്ച് 3 ടൈംസ് കഴിക്കാൻ പറയണം. അപ്പോഴും വെള്ളത്തിൽ ചേർത്ത് തന്നെ കഴിക്കാൻ പറയണം. ആശ ഡോക്ടറെ, ഈ SL ആഡ് ചെയ്യുന്നത്, ആൽക്കഹോൾ ആഡ് ചെയ്യുന്നത്, അത് പ്രിസർവേറ്റീവ് പോലെ അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതാണ് SL എന്ന് ഉദ്ദേശിക്കുന്ന ആൽക്കഹോൾ ആണ്, ഡിസ്റ്റിൽഡ് ആൽക്കഹോൾ. അത് സ്കിന്നിനും അങ്ങനെ ഡോക്ടർ. സ്കിന്നിനും ഒത്തിരി നമ്മൾ സൾഫർ സിറോബാത്രി ഒക്കെ 2 പില്ലിട്ട് കൊടുത്താൽ മതി, ഭയങ്കരമായിട്ട് ആക്ഷനാണ്. സൾഫർ ആണെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ അഗ്രവേഷൻ വരാതിരിക്കാൻ വേണ്ടി ഈ പ്ലസിംഗ് മെത്തേഡിൽ കൊടുക്കും. അതേപോലെ ഈ തൈസിന്റെ 2 തൈസ് ഈ ഒരയുന്ന ലേഡീസിൽ ഉണ്ടാവുമല്ലോ, ആ ഭാഗത്ത് ടീനിയ വരുന്ന കേസസിനോ? കാൻഡിഡ് കൊടുക്കും. കാൻഡിഡ കൊടുത്തു മാം, 30 പക്ഷേ റിസൾട്ട് ഇല്ല. 30 കൊടുത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടർ സൂച കൊടുത്തിട്ട് കാൻഡിഡ് തന്നെ ഇതിലോട്ട് കൊടുക്കും. ഇതുപോലെ പ്ലസിംഗ് മെത്തേഡ് ഇച്ചിരി കണ്ടിന്യൂ. കാൻഡിഡ് 1-2 ഡോസ് കൊടുത്താൽ നിൽക്കത്തില്ലല്ലോ. ഡോക്ടറെ കാൻഡിഡ് 30യോ എന്താണ് പൊട്ടൻസി? കാൻഡിഡ് 200 ഡോക്ടറെ ഞാൻ കൊടുക്കുന്നത്. 200 വണ്ണമോ എന്തെങ്കിലും. ഡോക്ടർ പറ ഡോക്ടറെ. കാൻഡിഡ ആൽബിക്കൻസ് 30 അല്ലെങ്കിൽ 200. തൈഡ് അവിടെ വരുന്ന ആ ഒരു ടീനിയൊക്കെ അതിന് ബാസിലിനം കാൻഡിഡ 30 പറഞ്ഞില്ല, ബാസിലിനം കൊടുത്താൽ മതി. കാൻഡിഡ് വേണ്ടെന്നാണോ ഫോളോഡ് ബൈ ആണോ? അല്ല, അത് കുറഞ്ഞില്ലെങ്കിലാണ് പറഞ്ഞത്. കുറഞ്ഞില്ലെങ്കിൽ ഏത് പൊട്ടൻസിയാണ്? റിപ്പീറ്റേഷൻ ഒന്ന് പറയാമോ? അത് വീക്കിലി വൺസ് ഓരോ ഡോസ് കൊടുത്താൽ മതി. ഈ ഇവിടെ വരുന്ന ടീനിയാസിനൊക്കെ ഏറ്റവും നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചൊറിച്ചിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ടെല്ലൂറിയും കൂടെ കൂടെ കൊടുക്കും. എന്തോ ചെവി ചൊറിച്ചിലിന് കൊടുക്കുന്നതല്ലേ ഡോക്ടർ? ഇയർ റിച്ചിങ്ങിന് മെഡിസിനാണ് ടെലൂറിയം. ചെവിച്ചോർച്ചിൽ ടെലൂറിയം പോലെ തന്നെ നല്ലതാണ് അനഗാലിസം. ലെഫ്റ്റ് സൈഡ് ചൊറിച്ചിലാണെങ്കിൽ അനഗാലിസ് ആണ് ഏറ്റവും നല്ല മെഡിസിൻ. മാം, ഈ മാലിഗ്നന്റ് ഹൈപ്പർ ടെൻഷൻ എന്താ കൊടുക്കുക മാം? സിസ്റ്റോളിക്ക് ഒരു 170 ഒക്കെ നിൽക്കുന്നുണ്ട്, ഡയസ്റ്റോളിക്ക് 110. പെർസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അഡ്രിനാലിൻ 6 പൊട്ടൻസി, അഡ്രിനാലിൻ കൊടുത്തിട്ട് ഗ്ലോണൈൻ 6 പൊട്ടൻസി കൊടുത്താൽ അഡ്രിനാലിൻ അതെ, ഗ്ലോണൈൻ, ജൽസീമിയം, പിന്നെ നമ്മുടെ മറ്റേ അല്ലല്ലോ, അതുപോലെ ഒരു മെഡിസിൻ ഉണ്ട് എസിൽ തുടങ്ങുന്ന സ്പാർട്ടിയ. താങ്ക് യു മാം.
ഹലോ മാം, എൻ്റെ പേര് പ്രേംദീഷ്ണ. മാമിന് എന്നെ ഓർമ്മയുണ്ടാവില്ല. ഞാൻ മാമിൻ്റെ വീട്ടിൽ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കോഴ്സ് കഴിഞ്ഞ ഉടനെ മാമിൻ്റെ കൂടെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാം പറഞ്ഞു, ദീഷ്ണ പ്രീതം ഈ വർഷത്തെ മെഡിക്കൽ ഓഫീസർ റാങ്ക് ലിസ്റ്റിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നു. മാഡത്തിന്റെ ഇന്റേണി ആകാൻ വന്നു എന്നാണ് പറയുന്നത്. ബാക്കി പറഞ്ഞോളൂ. അതെ, 2017 മാം ഞാൻ വന്നത്. അപ്പം അവിടെ ഫുൾ ആൾക്കാർ തിരക്കാണെന്ന് പറഞ്ഞിട്ട് മാം വളരെ പൊളൈറ്റ് ആയിട്ട് എന്നെ തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്കന്ന് സങ്കടമായിരുന്നെങ്കിലും പിന്നെ ഞാൻ നേമത്തെ അനാറ്റമി അസിസ്റ്റന്റ് പ്രൊഫസർ സന്തോഷ് സാറിൻ്റെ കീഴിൽ കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്തു. അപ്പം ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് ക്ലിനിക്കൽ ടിപ്സ് കിട്ടി. അപ്പം ഇനിയും ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ക്ലാസ്സസ് കിട്ടുകയാണെങ്കിൽ നമ്മളെ പോലെയുള്ള ജൂനിയർ ഹോമിയോപ്പത്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അശോക് സാറിനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്, കാരണം ഇങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തതിൽ. അപ്പം ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സസ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം. പ്രീതം കുട്ടി, നിന്റെ അറിവ് എനിക്ക് കിട്ടാത്തതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. അന്ന് വന്നിട്ടുണ്ട്. കണ്ണൂർകാരിയാണ്. പക്ഷെ ഞാൻ ഓർക്കുന്നേ ഇല്ല. തിരുവനന്തപുരം വരെ വന്ന് മാഡത്തിന്റെ ട്രെയിനി ആകാൻ വന്നതാണ്. അയ്യോ, അതറിയില്ല. അല്ല, അറിയില്ലാന്നല്ല, അന്നത്തെ എന്റെ സാഹചര്യത്തിൽ അതേ പറ്റിയുള്ളായിരിക്കും അല്ലേ. അതെ അതെ മാം, വളരെ ചിരിച്ചുകൊണ്ട് ഒരുപാട് എന്നെ സമാധാനിപ്പിച്ചിട്ടാണ് തിരിച്ചു വിട്ടതെന്ന്. അതെന്തുകൊണ്ടായിരുന്നു അത്? പോട്ടെ. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് പേര് വരുന്നവരെ ഇത് പറഞ്ഞാല് സമാധാനം കേട്ട് പോകരുതല്ലോ എന്ന് വെച്ച് ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ എന്തെന്ന് വെച്ചാൽ 2 സെക്ഷനായിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെ പിള്ളേർക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി കൊടുത്ത് ഇപ്പൊ ഉണ്ട്. ഇപ്പോഴും എൻ്റെ കൂടെ 8-9 പേരുണ്ട്. അതാണ്. അപ്പൊ എല്ലാവരെയും കൂടെ ഒരുമിച്ച് പറ്റത്തില്ല എന്നുള്ളത് കണ്ടപ്പോ ഷിഫ്റ്റ് ആക്കി വിട്ടിരിക്കുക. അന്ന് അതുപോലുള്ള ഒരു ബുദ്ധി പോയില്ല. എന്തായാലും പോട്ടെ, സാരമില്ല. എന്റെ ശരി. അപ്പം മാഡം ഷെഹിനാണ്, ഒരു കാര്യം കൂടെ പറയാം. ഷെഹിൻ പറയൂ. ഞാൻ ഇത് എല്ലാവർക്കും കൂടെ കേൾക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ മാഡത്തിന് ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്താ, എന്റെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ എന്റെ ഫാദർ 76 years ആയി. അപ്പോ ഫാദർ ഒന്ന് വീണിട്ട് ഫീമർ ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ശരിക്കും ആള് എണീക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിലോട്ട് പോകുന്ന ഒരു ഇതിലായിരുന്നു. നെയിലിംഗ് സർജറി ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോ അത് കഴിഞ്ഞ് മാഡത്തിനോട് ചോദിച്ചിട്ട് സിംഫൈറ്റം 3x കാൽക്കേരിയ 4-6x റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ 6 weeks ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ആള് ബെഡിൽ നിന്ന് എണീറ്റ് വാക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മിറാക്കിൾ പോലെയായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല, കാരണം ഫാദർ ഫുള്ളി ബ്ലൈൻഡ് ആണ്. അപ്പൊ പുള്ളിക്ക് വാക്കർ യൂസ് ചെയ്യാനൊക്കെ നല്ല പ്രയാസമാണ്. അപ്പോ മാഡത്തിന്റെ ആ ഒരു ഗൈഡൻസ് കൊണ്ടാണ് ശരിക്കും അത് സംഭവിച്ചത്. അത് മാഡത്തിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, എക്സ്റേ എടുത്ത് വിളിക്കാനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ ഇന്ന് മാഡത്തിന്റെ സെഷൻ കിട്ടിയത്. പിന്നെ ഒരാള് ഒരു ക്ലിനിക്ക് തുടങ്ങുന്ന ഒരാൾക്ക് വേണ്ട എല്ലാ ടിപ്സും ക്ലാസ്സിലുണ്ടായിരുന്നു. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു മാഡം. അശോക് സാർ, ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞോട്ടെ. ഞാൻ ഡോക്ടർ അനീസ, ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഭാഗ്യലക്ഷ്മി ഡോക്ടർ. ഞാൻ ഹോമിയോപ്പതി എടുക്കാൻ കാരണം തന്നെയാണ് ഭാഗ്യലക്ഷ്മി ഡോക്ടറിന്റെ ആ ഒരു കൺസൾട്ടിങ് കണ്ടിട്ടാണ്, കുഞ്ഞിലെ മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഹോമിയോപ്പതി എടുത്തത് തന്നെ ഭാഗ്യലക്ഷ്മി ഡോക്ടർ കാരണമാണ്. ഡോക്ടറിന്റെ ടിപ്സ് ഒക്കെ കേട്ടു. ഒരുപാട് നല്ല ഫസ്റ്റ് ഹാൻഡ് നോളജ് കുറെ ഡോക്ടർ പകർന്ന്. താങ്ക്സ് ഡോക്ടർ. ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ പറ്റുമെന്നോട് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ അശോക് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സീറ്റ് കഴിഞ്ഞു എന്നാ സാർ പറഞ്ഞത്. പക്ഷെ പിന്നെ എനിക്ക് ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് സാർ അയച്ചു തന്നു മൊത്തത്തിൽ. താങ്ക് യു ഡോക്ടർ. ഡോക്ടറിന് വിലപ്പെട്ട സമയം നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെലവഴിച്ചു. ഇപ്പൊ എന്റെ അമ്മയെ കാണിക്കുന്നുണ്ട്. താങ്ക് യു ഡോക്ടർ. ശരി അനീസ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.